സിനിമകളെയും സിനിമാ പ്രവർത്തകരെയും സംബന്ധിച്ച് ബോക്സ് ഓഫീസ് കണക്കുകൾക്ക് ഇന്ന് മുൻപത്തേക്കാൾ പ്രാധാന്യമുണ്ട്. താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമൊക്കെ തങ്ങൾ പ്രവർത്തിച്ച ചിത്രങ്ങളുടെ ജയപരാജയങ്ങൾ എക്കാലവും പ്രാധാന്യമായിരിക്കുമെങ്കിലും കളക്ഷൻ കണക്കുകൾ ഇത്രയും പ്രാധാന്യം വന്നൊരു കാലഘട്ടം ഇല്ല. പണ്ട് സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളാണ് പ്രാധാന്യത്തോടെ പരസ്യ പോസ്റ്ററുകൾ ഇടം പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച കണക്കുകളാണ്. ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളുടെ കൗതുകരമായ ഒരു ബോക്സ് ഓഫീസ് പട്ടിക പുറത്തിട്ടിരിക്കുകയാണ്. കോവിഡിന് കാലത്ത് ശേഷമുള്ള മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളുടെ ആകെ കളക്ഷനും അവയുടെ വിലയിരുത്തലുമാണ് ഇത്. ഇതുപ്രകാരം കോവിഡ് കാലത്തിന് ശേഷമുള്ള തിയേറ്റർ റിലീസുകളിൽ നിന്ന് മമ്മൂട്ടി ചിത്രങ്ങൾ 500 കോടിയിലധികം നേടിയിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ ചിത്രങ്ങൾ 500 കോടി പിന്നിട്ടിട്ടില്ല. കോവിഡിന് ശേഷം തിയേറ്റർ റിലീസുകൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് മമ്മൂട്ടിക്കാണ്. ദ പ്രീസ്റ്റ് മുതൽ അവസാനമിറങ്ങിയ ബസുക്ക വരെ മമ്മൂട്ടിയായി 13 ചിത്രങ്ങളാണ് ഇക്കാലയളവിൽ പുറത്തിറങ്ങിയത്. മോഹൻലാലിൻ്റെ ആവട്ടെ 8 മലയാള ചിത്രങ്ങളും. മരയ്ക്കാർ മുതൽ മലയാളത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എമ്പുരാൻ വരെയുള്ള മോഹൻലാൽ ചിത്രങ്ങൾ നേടിയ ആകെ കളക്ഷൻ 478 കോടിയാണ്. ട്രാക്കർമാരായ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് ഇത് സമാഹരിച്ചിരിക്കുന്നത്. ഇക്കൂട്ടരിൽ മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കത്തിനായിരുന്നുവെങ്കിൽ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് ഷാജി കൈലാസ് ചിത്രം എലോൺ ആയിരുന്നു. നൻപകലിന് 10.2 കോടിയാണെങ്കിൽ എലോൺ നേടിയത് 1.1 കോടിയായിരുന്നു. OTT റിലീസ് പ്ലാൻ ചെയ്തിരുന്ന എലോൺ പിന്നീട് തിയേറ്ററിൽ എത്തുകയായിരുന്നു. മോഹൻലാൽ മാത്രം അഭിനേതാവായി എത്തിയ ചിത്രം കൂടിയായിരുന്നു അത്. അതേസമയം ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച മോഹൻലാൽ ചിത്രം എമ്പുരാനാണെങ്കിൽ മമ്മൂട്ടിക്ക് അത് ഭീഷ്മ പർവ്വമാണ്. എമ്പുരാൻ കണ്ട കളക്ഷൻ 262 കോടിയായിരുന്നുവെങ്കിൽ ഭീഷ്മയുടെ നേട്ടം 88.1 കോടിയാണ്. അതേസമയം സിനിമയുടെ എണ്ണം കുറവായതിനാൽ മോഹൻലാലിന് മികച്ച ആവറേജ് ഗ്രോസ് ഉണ്ട്. 60 കോടിയാണ് കോവിഡ് അനന്തരകാലത്തെ മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ നേടിയ ആവറേജ് കളക്ഷൻ. എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇത് 39 കോടിയാണ്.